അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം ഞങ്ങൾ ഇപ്പം തന്നെ ശരിയാക്കി തരാമെന്ന് അവർ പറയത്തില്ല. പ്യൂരിഫയറുടെ ഇൻപുട്ട് TDS 344. ഇനി നമുക്ക് ഈ പ്യൂരിഫൈഡ് വാട്ടറുടെ ഔട്ട്പുട്ട് TDS 23. അത്രയും കുറഞ്ഞു. നമുക്ക് ഒരു പ്രോപ്പർ സിസ്റ്റം ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ ഓരോ പ്രോപ്പർട്ടീസ് അറിഞ്ഞിട്ട് ആ പ്രോപ്പർട്ടീസിന് അനുസരിച്ചാണ് നമ്മൾ ഫിൽറ്റേഴ്സ് എന്ത് വേണം, ട്രീറ്റ്മെന്റ് എങ്ങനെ വേണം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ബാക്ടീരിയ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഈ പ്യൂരിഫയർ വെക്കാൻ പാടില്ല. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ. വെൽക്കം ടു അവർ ചാനൽ. ഇത് എൻ്റെ ഹോം സ്റ്റേ ആണ്. ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ എപ്പോഴും വെള്ളമാണ്. കിഴക്കോട്ട് ഇറങ്ങിയാൽ കായലാണ്, പടിഞ്ഞോട്ട് കടൽ, അങ്ങനെ മുഴുവൻ വെള്ളമാണ്. പക്ഷേ നമുക്ക് കുടിവെള്ളത്തിന് എപ്പോഴും പ്രശ്നമാണ്. അപ്പോൾ ഞാനിവിടെ ഹോം സ്റ്റേ തുടങ്ങിയിട്ട് നമ്മുടെ ഈ ഇവിടുത്തെ പ്രശ്നം കുടിവെള്ളം തന്നെ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ കുടിവെള്ളം എങ്ങനെ സെറ്റാക്കി, എങ്ങനെ റെഡിയാക്കി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയും നിങ്ങൾ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഹോം സ്റ്റേ തുടങ്ങിയ സമയത്ത് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു കേട്ടോ കുടിവെള്ളം എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഇത് കുടിച്ച് ശീലമുള്ളതാണ്. പക്ഷേ പുറത്തുനിന്ന് ആര് വന്നാലും കുടിവെള്ളം ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ബോട്ടിൽഡ് വാട്ടറാണ് ഗസ്റ്റിനായിട്ട് കൊടുത്തിരുന്നത്. കാരണം നല്ല വെള്ളം കൊടുക്കണമല്ലോ. എന്തെങ്കിലും ഒരു ചെറിയൊരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സേയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ബോട്ടിൽഡ് വാട്ടറാണ് ഞാനിവിടെ കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാനതെല്ലാം മാറ്റി ഞാനിവിടെ ഒരു വാട്ടർ ഫിൽറ്റർ വെച്ചിരിക്കുകയാണ്. നമുക്കത് കാണാം. ട്രൂ നെക്ടർ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വാട്ടർ ഫിൽറ്ററാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമില്ല. നല്ല ഭംഗിയായിട്ട് ഏത് ഗസ്റ്റ് വന്നാലും വെള്ളം എന്നുള്ളതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതേ ഇല്ല. അതുപോലെ തന്നെ ഇവിടെ കുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുക്കിങ്ങിനുമെല്ലാം ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ട്രൂ നെക്ടറിൻ്റെതാണ്. ഞങ്ങളുടെ വീട്ടിലെ വെള്ളത്തിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കാൽസ്യം കണ്ടന്റ് കൂടുതലായിരുന്നു. അതുപോലെ തന്നെ TDS ഭയങ്കര ഹൈ ആയിരുന്നു, ഭയങ്കര ഹാർഡ്നെസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ തന്നെ എന്തോ കട്ടി വെള്ളം കുടിക്കുന്നൊരു ഫീലാണ് നമുക്കിവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുകയാണ്. അപ്പോൾ ട്രൂ നെക്ടറിൻ്റെതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രൂ നെക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം ഞങ്ങളിപ്പോൾ തന്നെ ശരിയാക്കി തരാമെന്ന് അവർ പറയത്തില്ല. അവർ പറയുന്നത് നിങ്ങൾ വെള്ളം ആദ്യം കറക്റ്റ് ചെയ്ത് വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് വരിക, ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്നേ അവർ പറയത്തുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ സാധാരണ ആരെ വിളിച്ചാലും ഞങ്ങൾ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയും. പക്ഷേ ആദ്യം ഇവർ പറയത്തില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ കെൽവിൻ ആണുള്ളത്. കെൽവിൻ, നമസ്കാരം. എന്തുണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം. സംഗതി കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, കെൽവിനെ വിളിച്ചു കഴിഞ്ഞാൽ കെൽവിൻ ആദ്യം പറയുന്നത് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് വാ, എന്നിട്ട് നമുക്ക് നോക്കാമെന്നേ പറയത്തുള്ളൂ. അല്ലാതെ കെൽവിൻ ആദ്യം തന്നെ ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയത്തില്ല. കെൽവിന് നമ്മുടെ വെള്ളത്തിൻ്റെ റിസൾട്ട് കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ റിസൾട്ടിൽ മെയിൻലി വരുന്നത് ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ് അത് ഹൈ ആണ്. TDS അല്ലേ? TDS ഹൈ ആണ്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പം കാൽഷ്യം കണ്ടന്റ് ആൻഡ് ഹാർഡ്നെസ് ഹൈ ആണ്. പിന്നെ ചെറിയ രീതിയിൽ അയൺ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ മെയിൻലി നോട്ട് ചെയ്യേണ്ടത് കോളിഫോംസ് ഈക്വലായി ഇല്ല, ആബ്സെന്റ് ആണ്. പിന്നെ നമ്മളുടെ അതാണ് ഇതിന്റെ ഒരു റിപ്പോർട്ടിന്റെ അനാലിസിസ്. ആ ഒരു റിപ്പോർട്ടിന്റെ ബേസിസിലാണ് നമ്മൾ ഈ വാട്ടർ പ്യൂരിഫയർ ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ വെള്ളത്തിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം വെള്ളത്തിന്റെ TDS നോക്കാം, ഇൻപുട്ട് TDS നോക്കാം. ഇതിപ്പം 0 കിടക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ പ്യൂരിഫയറുടെ ഇൻപുട്ട് TDS 344 ആണ് ഇൻപുട്ട് TDS. അതെ. ഇനി നമുക്ക് ഈ പ്യൂരിഫൈഡ് വാട്ടറുടെ ഔട്ട്പുട്ട് TDS അല്ലെങ്കിൽ പ്യുവർ വാട്ടറുടെ TDS 24 ആണ്. 23 അത്രയും കുറഞ്ഞു. അപ്പം 344 to 23 അങ്ങ് മാറുക. അതാണ് TDS. അപ്പൊ നമ്മളുടെ ഈ വരുന്ന കാൽഷ്യം, ഹാർഡ്നെസ് കണ്ടന്റ്, പിന്നെ അയൺ കണ്ടന്റ് എല്ലാം ഇതിൽ റിമൂവ് ആവുന്നുണ്ട്. അത് നമ്മൾ കുടിക്കുമ്പോൾ തന്നെ നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് വരുന്നുണ്ട് അല്ലേ? പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് ആൽക്കലൈൻ വാട്ടർ പ്യൂരിഫയർ ആണ്. അപ്പൊ നമ്മളുടെ വെള്ളം അസിഡിക് ആണെങ്കിൽ 5 അല്ലെങ്കിൽ 5.5 അല്ലെങ്കിൽ 6 ആണെങ്കിൽ ഇത് നേരെ ന്യൂട്രൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹൈലോട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാം ഇത് ആൽക്കലൈൻ ആണോ അല്ലയോ. ഇതിപ്പോ നമ്മൾ TDS നോക്കി. ഇതിപ്പോ എന്തോ ചെയ്യാൻ പോകുന്നത്? നമ്മളിപ്പം വെള്ളത്തിൽ pH ആണ് നോക്കാൻ പോകുന്നത്. ഇപ്പം ഇത് ബേസിക്കലി നമ്മുടെ ഒരു ആൽക്കലൈൻ വാട്ടർ പ്യൂരിഫയർ ആണ്. സോ നമ്മളുടെ വെള്ളം ഈ പ്യൂരിഫയറുടെ ഇൻപുട്ട് വാട്ടർ അസിഡിക് ആണെങ്കിൽ അത് ഔട്ട്പുട്ട് വാട്ടർ അല്ലെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടർ അത് ന്യൂട്രൽ അല്ലെങ്കിൽ ആൽക്കലൈൻ ആക്കും. അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇത് 5 ml വാട്ടർ ആണ്. 5 ml ഇതൊരു pH സൊല്യൂഷൻ ആണ്. അത് കളർ മാറുകയാണല്ലേ? കളർ മാറാണ്. ഇപ്പം നമ്മളുടെ ഇപ്പം ഇതിൽ തന്നെ നമുക്ക് ഒരു കളർ വരുന്നുണ്ട്. അപ്പം 7 ഈസ് ഒരു ഗ്രീനിഷ് കളർ ആണെങ്കിൽ ന്യൂട്രൽ ആണ്. അപ്പം ഇത് ഗ്രീൻ കളർ വന്നിട്ടുണ്ട്. സോ ബേസിക്കലി ന്യൂട്രൽ ടുവേർഡ്സ് ന്യൂട്രൽ ആണ്.
ഓക്കെ, വെള്ളം ന്യൂട്രൽ ആയിട്ടുണ്ട്. ന്യൂട്രൽ ആയിട്ടുണ്ടല്ലേ? ന്യൂട്രൽ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ വാട്ടറുടെ ഇൻപുട്ട് pH ആൻഡ് ഔട്ട്പുട്ട് pH നോക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇതിൽ ഇവിടെ വെള്ളത്തിൽ വലിയ ടുവേർഡ്സ് ന്യൂട്രൽ തന്നെ കിടക്കുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് ആൽക്കലൈൻ ആക്കുന്നുണ്ട്. അസിഡിക് ആണെങ്കിൽ കളർ മാറും. അസിഡിക് ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഓറഞ്ച് യെല്ലോയിഷ് ഒക്കെ വരും. അപ്പൊ ഇപ്പൊ നമ്മളിത് പക്കായിട്ട് ചെയ്തിരിക്കുക. അതെ. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ ആദ്യം പറഞ്ഞൊരു കാര്യം തന്നെ, ഇപ്പൊ നമ്മൾ ആദ്യം വിളിച്ചപ്പോ തന്നെ കെൽവിൻ പറഞ്ഞത് ടെസ്റ്റ് ചെയ്തിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്നാണ്. സാധാരണ ഇതിൽ എല്ലാവരും അങ്ങനെ പറയണമെന്നില്ല. എന്താണ് അതിന്റെ നിങ്ങളുടെ എങ്ങനെയാ ഒരു സിസ്റ്റം എങ്ങനെയാണ്? നമ്മളിപ്പം ഒരു വാട്ടർ പ്യൂരിഫയർ അല്ലെങ്കിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളത്തിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾക്ക് കറക്റ്റ്ലി മനസ്സിലായില്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഒരു പ്രോപ്പർ സിസ്റ്റം ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ ഓരോ പ്രോപ്പർട്ടീസ് അറിഞ്ഞിട്ട് ആ പ്രോപ്പർട്ടീസിന് അനുസരിച്ചാണ് നമ്മൾ ഫിൽറ്റേഴ്സ് എന്ത് വേണം, ട്രീറ്റ്മെന്റ് എങ്ങനെ വേണം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഈ വീട്ടിൽ ഓൾറെഡി വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നമുക്ക് ക്ലോറിനേഷൻ വരുന്നുണ്ട്. അപ്പൊ അവിടെ ക്ലോറിനേഷൻ ഉള്ള കാരണം ഈ വാട്ടർ പ്യൂരിഫയർ ഇൻപുട്ട് ഓൾറെഡി ഡിസ്ഇൻഫെക്റ്റഡ് ആണ്. അപ്പൊ ഇവിടെ കോളിഫോംസ് ആൻഡ് ഈക്കോളൈ വരുന്നില്ല. അപ്പം നമ്മളുടെ ഈ വാട്ടർ പ്യൂരിഫയർ ഒരു RO+ UV+ ആൽക്കലൈൻ ആണ്. അപ്പൊ UV എന്ന് പറയുമ്പം ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, അത് ബാക്ടീരിയാസിനെ കില്ല് ചെയ്യുവോ ഇല്ലയോ. അപ്പൊ UV നമ്മൾ പ്യൂരിഫയർ യൂസ് ചെയ്യുമ്പോൾ അതൊരു പ്രിവെന്റീവ് ഡിവൈസ് ആണ്. ഉദാഹരണത്തിൽ ഒരു സോഴ്സിൽ ബാക്ടീരിയ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്ട്ലി ഈ പ്യൂരിഫയർ വെക്കാൻ പാടില്ല. അങ്ങനെയുണ്ട്. അതിന് വേറെ സിസ്റ്റം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വാട്ടർ ട്രീറ്റ്മെന്റ് ചെയ്യണം. ചേട്ടൻ ചെയ്യുന്ന പോലെ ആദ്യം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ വെക്കണം, അവിടെ ഡിസ്ഇൻഫെക്ഷൻ നടക്കണം. ആ ഡിസ്ഇൻഫെക്ഷൻ പ്രോസസ് കഴിഞ്ഞിട്ടേ നമ്മൾ ഇങ്ങോട്ട് സെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഈ UV സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പ്രിവെന്റീവ് ഡിവൈസ് ആണ്. കാരണം ഈ കോളിഫോംസ് ആൻഡ് ഈക്കോള എന്ന് പറഞ്ഞാൽ ഒത്തിരി ഹൈ എമൗണ്ട് ഓഫ് ബാക്ടീരിയാസ് ആണ്. അപ്പൊ ഒരെണ്ണം എസ്കേപ്പ് ആയാൽ അത് വേറെ സ്ഥലത്ത് പോയി ചെന്ന് റീജനറേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഒത്തിരി ഫുൾ കോണ്ടാമിനേറ്റ് ആവും. നമ്മളിപ്പോ ഫിൽറ്റർ ആണല്ലോ വെച്ചിരിക്കുന്നത്. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് നമ്മൾ ഇതിന്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ എങ്ങനെയാണ് അതിന്റെ രീതികൾ? ഇപ്പൊ ഇത് ചെയ്യുമ്പോഴത്തേക്ക് അതും കൂടെ ചെയ്യുന്നതാണല്ലോ എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. അതെങ്ങനെയാണ് അതിന്റെ? വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ ജനറൽ പർപ്പസ് മീൻസ് ഫുൾ വെള്ളം ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പ്ലാന്റ് ആണ്. അവിടെ നമുക്ക് ബാക്ടീരിയാസ് ലൈക്ക് കോളിഫോംസ് ഈക്വളൈ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ആദ്യം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സംഭവം വെക്കുന്നതാണ് ഏറ്റവും ഫീസിബിൾ. ചിലർ ഡയറക്ട്ലി വെക്കാറുണ്ട്, ബട്ട് വി ഓൾവേസ് റെക്കമെൻഡ് ദാറ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ വെക്കണം. അപ്പൊ അതിൽ തന്നെ പല കാര്യങ്ങൾ നമുക്ക് ഇപ്പം ഇതിന്റെ ലോഡ് കുറയും, സെഡിമെന്റ്സിന്റെ ലോഡ് കുറയും. അതെല്ലാം അവിടെ തന്നെ ഇത്ര 1000 liters per day ആ ലോഡ് അതിന് എടുക്കുന്ന കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അത് തന്നെ നമ്മൾ കുറെ ഇഷ്യൂസ് മാറ്റി അപ്പൊ ഇതിന് ലൈഫ് കൂടുതൽ കിട്ടും. നമ്മളുടെ ഈ വൈറ്റ് സ്റ്റെയിൻസ് എന്ന് പറയുമ്പോൾ അത് ഹൈ കാൽഷ്യം കണ്ടന്റ് ആണ്. അത് നമുക്ക് ഒരു RO സിസ്റ്റം നമ്മുടെ TDS ഒത്തിരി ഹൈ ആകുമ്പോൾ ഒരു RO സിസ്റ്റത്തിന് കാപ്പബിലിറ്റി ഉള്ളൂ ആ കാൽഷ്യം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഒരു കൺവെൻഷണൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന് ഹാർഡ്നെസ് റിമൂവൽ സിസ്റ്റം ഉണ്ട്, പക്ഷെ അത് നമ്മുടെ TDS ഒത്തിരി ഹൈ ആണെങ്കിൽ അത് റിമൂവ് ചെയ്യത്തില്ല. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ എന്ത് ഇൻപുട്ട് കൊടുത്താലും നല്ല പ്യുവർ വാട്ടർ ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് കിട്ടും. അത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇതിന്റെ എങ്ങനെയാണ് സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിന്റെ നമ്മൾ ഇയർലി ഇതിന്റെ ഉള്ളിലത്തെ ഫിൽറ്റേഴ്സ് നമ്മൾ റിപ്ലേസ് ചെയ്യും. അതിന്റെ കോസ്റ്റ് വിളിച്ച് ചോദിച്ചാൽ മതി. ഓരോ മോഡൽസിന് വേറെ വേറെ കോസ്റ്റ് ആണ്. പിന്നെ ഇതിന്റെ പ്രീ ഫിൽറ്റർ ആണ്. പ്രീ ഫിൽറ്റർ നമുക്ക് ഒരു 4 to 6 months നമ്മൾ ഇതാണ് ഇതിന്റെ സെഡിമെന്റ് ഫിൽറ്റർ. സോ അത് നമ്മളുടെ കുറെ സെഡിമെന്റ്സ് ഒക്കെ അത് ഹാൻഡിൽ ചെയ്യും. ഇതിന്റെ ഉള്ളിലും വേറെ സെഡിമെന്റ് ഫിൽറ്റർ ഉണ്ട്, അതും മാനേജ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആക്റ്റീവ് കാർബൺ ഫിൽറ്റർ, UV ഫിൽറ്റർ, പോസ്റ്റ് കാർബൺ ഫിൽറ്റർ, മെംബ്രെയിൻ കഴിഞ്ഞിട്ട് ആൽക്കലൈൻ ഫിൽറ്റർ, അങ്ങനെ കുറെ ഫിൽറ്റേഴ്സ് അതിനകത്തുണ്ട്. പക്ഷെ ഇതിന്റെ മെയിൻ ലോഡ് എടുക്കുന്നത് നമ്മുടെ മെയിൻ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ്. ഇപ്പൊ കേരളത്തിൽ എല്ലായിടവും ചെയ്യുന്നുണ്ടോ? നമ്മൾ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ കേരളത്തിന് ഫ്രം പാലക്കാട് ടു ട്രിവാൻഡ്രം ഓൾ ഓവർ എല്ലാ സിറ്റീസിലും നമുക്ക് പ്ലാൻസ് നമുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടർ പ്യൂരിഫയേഴ്സ് നമുക്ക് ഏകദേശം ഓൾ ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇത് പ്യൂരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് RO വാട്ടർ ആണോ അതോ മിനറൽ വാട്ടർ ആണോ? ഇത് ബേസിക്കലി മിനറൽ വാട്ടർ പ്യൂരിഫയർ ആണ്. സോ ബേസിക്കലി ഇറ്റ് ഈസ് എ മിനറൽ വാട്ടർ ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് അക്വഫിനയുടെ നമ്മൾ നോർമൽ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്ന ബോട്ടിൽസ് നോക്കുകയാണെങ്കിൽ അത് RO വാട്ടർ ആണ്. അതിൽ വിത്ത് ആഡഡ് മിനറൽസ് വരാറില്ല.
ഇപ്പൊ നമ്മൾ വേറെ ബ്രാൻഡ് ലൈക്ക് ബിസ്ലറി നോക്കുവാണെങ്കിൽ അതിൽ വിത്ത് ആഡഡ് മിനറൽസ് എഴുതിയിട്ടുണ്ടോ. അപ്പൊ നമ്മൾ ഇതിൽ ഓരോ ഗ്ലാസ് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ബിസ്ലറി വാട്ടർ വിത്ത് ആഡഡ് മിനറൽസ് അപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. അതെ അതെ. ഓ ശരി, അപ്പൊ ഇത് മിനറൽ വാട്ടർ ആണ് ശരിക്കും. മിനറൽ വാട്ടർ. ഓക്കെ, അതെനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അത്രയും മിനറലോട് കൂടിയാണ് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നത്. ടോപ്പ് ക്വാളിറ്റി വാട്ടർ ആണ്. ടോപ്പ് ക്വാളിറ്റി വാട്ടർ ആണ്. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പോൾ അടിപൊളിയായി. ഇപ്പൊ നമ്മുടെ ഗസ്റ്റിനും ഞങ്ങൾക്കും എല്ലാം നല്ല വെള്ളം കുടിക്കാൻ പറ്റി. എന്തൊക്കെയാണ് നമ്മുടെ സർവീസ് എന്തൊക്കെയാന്ന് പറഞ്ഞത്? നമ്മളുടെ കൊമേഴ്ഷ്യൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്, ഡൊമസ്റ്റിക് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്, ആർഒ പ്ലാന്റ്സ്, പിന്നെ വാട്ടർ പ്യൂരിഫയേഴ്സ്, ഇതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട് ഓൾ ഓവർ കേരള. ഓൾ ഓവർ കേരള ഇതെല്ലാം ചെയ്യും. വെള്ളമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യും. എന്ത് കോംപ്ലിക്കേറ്റഡ് കേസ് വന്നാലും നമ്മൾ എടുക്കാറുണ്ട്. എനിക്ക് ഇവരുടെ ഒരു ജെന്യൂനിറ്റി ഫീൽ ചെയ്ത് അങ്ങനെയാണ് കേട്ടോ. നമ്മൾ എന്ത് പറഞ്ഞാലും ഉടനെ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയത്തില്ല. അവരാദ്യം നോക്കി പറ്റുമെങ്കിൽ മാത്രമാണ് അത് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ട്രൂ നെക്ടറിനെ വിളിക്കുക. കാരണം നല്ല ശുദ്ധമായ വെള്ളം നമ്മൾ കുടിക്കണം. നമ്മൾ ഒത്തിരി വെള്ളം കുടിക്കേണ്ടതാണ്. അപ്പോൾ നല്ല വെള്ളം കുടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത്. കാരണം നമ്മൾ വെള്ളം എപ്പോഴും ടെസ്റ്റ് ചെയ്യണമെന്നില്ല അല്ലേ. നമ്മൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒന്നും എപ്പോഴും ചെയ്യണമെന്നില്ല. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ടീമിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. അപ്പോൾ ട്രൂ നെക്ടർ നല്ലൊരു ടീമാണ്, നമുക്ക് വിശ്വാസമുള്ള ഒരു ടീമാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇവരെ വിളിക്കുക. തൽക്കാലം നിർത്താം. അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കാരണം എല്ലാവർക്കും വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.